ഒരു 500, 6000 ആ റേഞ്ചൊക്കെ റേറ്റ് വരുന്ന സാധനങ്ങളാണ്. നമ്മളിപ്പം നാട്ടിൽ ഉള്ള കേരളത്തിലുള്ള MRP 5 പൈസ നമ്മൾ കുറയ്ക്കത്തില്ല. പക്ഷേ നമ്മളിത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അച്ചോയ്സ് ടാക്കിൾസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് പ്രീമിയം റീലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്രീമിയം റീലുകൾ നമ്മുടെ ഷോപ്പിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാത്ത കുറേ റീലുകളാണ്. കുറച്ച് പ്രീമിയം ആണ്, ഇച്ചിരി റേറ്റുള്ള ബുഗാർസിയുടെ ഒക്കെ റീലുകളാണ് വരുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ പുറകിന് പറയാം. ആദ്യമേ നമുക്ക് അൺബോക്സ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. നമുക്ക് വലിയ തെള്ളൊന്നും തള്ളാൻ പറ്റത്തില്ലല്ലോ. നമ്മളിപ്പം ചെറിയ രീതിയിലുള്ള തെള്ളലിൽ സാധനം കാണിച്ചു തരാം. നമുക്കത് വന്നേക്കുന്ന കുറച്ച് റീലുകളാണ്. അബു ഗാർസിയുടെ മാക്സെക്സ് എന്ന് പറയുന്ന റീല് വന്നിട്ടുണ്ട്. അതാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് കുറച്ച് മോഡലുകൾ വന്നിട്ടുണ്ട്. 3-4 പീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സീസറിൻ്റെ 2 മോഡൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത 2 മോഡൽ സീസറിന് വന്നിട്ടുണ്ട്. പിന്നെ അബു ഗാർസിയുടെ തന്നെ വേറെ ഒരു മോഡലാണ് വേണ്ടത്. പിന്നെ ഇത് ടിഗോൺ എന്ന് പറയുന്ന ഒരു റീലാണ്. നമുക്കപ്പം റീലുകളൊക്കെ കുറേശ്ശെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നമുക്ക് ടിഗോണിൻ്റെ റീലേക്ക് തുടങ്ങാം. ടിഗോണിൻ്റെ റീലെന്ന് പറയുമ്പം നിലവിൽ നമ്മുടെ നാട്ടിലങ്ങനെ കൊള്ളിരുന്നു. ഇതിൻ്റെ ആദ്യം തന്നെ പറയുന്നത് ഒരു പവർ ഹാൻഡിൽ, ഒരു പവർ നോബോർഡ് കൂടി വരണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ റീലെന്ന് പറയുമ്പം സിമറൻ സാധനമാണ് മോനെ. ഹെവി റീലാണ്, നല്ല ഹെവി സെറ്റപ്പ്, നല്ല ഹെവി ഗെയിമിങ്ങിന് ചെയ്യാൻ പറ്റുന്ന നല്ല കൂടുതൽ ഡീപ്പ് സ്പൂള് വരുന്ന ഒരു റീലാണ് ഉണ്ടോ. നല്ല അടിപൊളി റീല്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒന്നും നമുക്കിപ്പം കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് അത്യാവശ്യം കുറച്ച് റീലുകൾ നമുക്കങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഓരോന്നെടുത്ത് നമുക്കത് പാക്ക് ചെയ്ത് വെച്ചിട്ട് അടുത്ത പൊട്ടിക്കാം. ഒറ്റയ്ക്കേ ഉള്ളൂ ഗൈസ്. നമുക്ക് സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം ഞാൻ തന്നെ ഉള്ളൂ. 1 മാൻ ഷോ ആണ് നടക്കുന്നത്. പിന്നെ ഇതേതാ, ഇത് മാക്സെക്സ്, അബു ഗാർസിയ മാക്സെക്സ്. അത് ലെഫ്റ്റും റൈറ്റും നമുക്ക് ആക്ച്വലി അവൈലബിൾ ആണ്. നല്ല രീതിയിൽ വരാല് ചെറുമീൻ പിടിക്കാൻ പറ്റിയ നല്ല ഇടിവെട്ട സാധനമാണ്. റൈറ്റിലും ലെഫ്റ്റിലും അവൈലബിൾ ആണ്. നല്ല സ്മൂത്ത് റീല് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് റൈറ്റ് സൈഡാണ് റീല്. നമ്മളിപ്പം എല്ലാം എടുത്ത് വെളിയിൽ വെക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്ത് ഏതൊക്കെയാണ് വന്നേക്കുന്നത് എന്നത് ഷോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പം കാണിച്ചേക്കുന്നത്. അതേപോലെ ഇത് അബു ഗാർസിയുടെ തന്നെ വേറെ ഒരു റീലാണ്. ഇതേതാണ്, അബു ഗാർസിയ ഓറ എന്ന് പറയുന്ന ഒരു റീലാണ്. അതും സ്മൂത്ത് റീലാണ് കേട്ടോ. നല്ല അടിപൊളി റീലാണ്, നല്ല കുഞ്ഞ് റീലുമാണ്. അബു ഗാർസിയുടെ തന്നെ വരുന്ന ഓറ. അപ്പോൾ അബു ഗാർസിയുടെ ഓറ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 3 മോഡൽ ഇപ്പം നമ്മൾ നിലവിൽ കാണിച്ചു. നമുക്ക് ബ്ലാക്ക് മാക്സ് 4 നമുക്ക് നിലവിൽ ഒരു 4-5 പീസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇനി കിടക്കുന്നത് സീസറിൻ്റെ റീലാണ്. സീസറിൻ്റെ റീല് ഫുൾ മെറ്റൽ വരുന്നൊരു മോഡലാണ്. അലൂമിനിയം ബോഡി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മെറ്റൽ റീലാണ്. എന്നാ സ്മൂത്താണ്, ഇടിവെട്ട സ്മൂത്ത്, കറങ്ങുന്നത് പോലും അറിയുന്നില്ല. അത്രയ്ക്ക് സ്മൂത്തായിട്ടുള്ള ഒരു റീല് വന്നിട്ടുണ്ട് സീസറിൻ്റെ. പിന്നെ സീസറിൻ്റെ 2 മോഡൽ ഉണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. എല്ലാം 1-2 ഒക്കെ ഉള്ളൂ. ഇതൊക്കെ പ്രീമിയം റീലാണ്. ഇച്ചിരി റേറ്റ് കൂടുതലുള്ള റീലുകളായതുകൊണ്ട് നമ്മൾ ഒരുപാട് പീസൊന്നും ഇറക്കിയിട്ടില്ല. 1-2 പീസൊക്കെ വെച്ച് ഇറക്കിയിട്ടുള്ളൂ. നമുക്കൊക്കെ എത്രയൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ സീസറിന് തന്നെ ആ സെയിം മോഡലാട്ടോ. ലെഫ്റ്റും റൈറ്റും ആണെന്നാണ് എൻ്റെ വിശ്വാസമാണ്. ലെഫ്റ്റും റൈറ്റും ആണ്. അപ്പം സീസറിൻ്റെ ഇതും ഫുൾ ബോഡി വരുന്ന സീസറിൻ്റെ വേറെ ഒരു മോഡലാണ്. അപ്പം അങ്ങനെ
ഒരു 6 അബുഗാർസിയും 2 സീസറും പിന്നെ ഒരു ഇതും മാത്രമേ നമ്മുടെ കയ്യിൽ നിലവിലുള്ളൂ. അപ്പം വേറെ ഒന്നുമല്ല, നമ്മൾ വന്ന ലോഡ് റീലുകളുടെ സ്റ്റോക്ക് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അബുഗാർസിയും ഇതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇത്രയും ഉള്ളതിലും അത്യാവശ്യം പോക്കറ്റ് കീറിയ സാധനങ്ങളാണ് ഇത്രയും. അപ്പം ആവശ്യക്കാരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊന്നും റേറ്റ് കുറയ്ക്കാനൊന്നും പറയുന്നില്ല, പക്ഷേ നമ്മളിതൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. കാരണം ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു 500, 6000 ആ റേഞ്ചൊക്കെ റേറ്റ് വരുന്ന സാധനങ്ങളാണ്. നമ്മളപ്പം നാട്ടിൽ ഉള്ള കേരളത്തിലുള്ള MRP 5 പൈസ നമ്മൾ കുറയ്ക്കത്തില്ല. പക്ഷേ നമ്മളിത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.